ഈ കാണുന്ന സാധനം ബോംബെ കൂടെയോ പഞ്ഞിമുട്ടായോ ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സംഗതി അതല്ല. ഇതേ ഈ ചേട്ടന്മാർ പോസ്റ്റ് അടിച്ചിരിക്കുന്ന തോണിയുണ്ടല്ലോ, വള്ളം, അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ സാധനം. അതൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണമുള്ള സൈസിലുള്ള അച്ചുകളെടുത്ത് ഈ കാണുന്ന ഫൈബർ ഗ്ലാസ് ഷീറ്റ് അത് വെട്ടി വിരിച്ചാണ് നമ്മളിന്ന് കാണുന്ന തോണി ഉണ്ടാക്കുന്നത്. അതിനുപയോഗിക്കുന്ന കെമിക്കലാണ് റേസിൻ. റേസിൻ ഉപയോഗിച്ചാണ് ഈ ഫൈബർ ഗ്ലാസ് ഷീറ്റുകൾ ഒട്ടിക്കുന്നത്. എപ്പോക്സി റേസിൻ അതുപോലെ പോളിസ്റ്റർ റേസിൻ, ഈ രണ്ട് കെമിക്കലുകളാണ് കാര്യമായി ഫൈബർ ബോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഫൈബർ ഗ്ലാസ് ഷീറ്റുകൾ ഈ അച്ചിൽ വിരിച്ചിട്ട ശേഷം അതിൻ്റെ കൈവരികൾ മാത്രം മരം കൊണ്ട് നിർമ്മിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിൽ മുഴുവൻ ഈ ഫൈബർ ഗ്ലാസ് ഷീറ്റുകൾ ഒട്ടിച്ചാണ് സാധാരണ ഫൈബർ വള്ളങ്ങൾ നിർമ്മിക്കാറുള്ളത്. ശേഷം നമുക്ക് താല്പര്യമുള്ള കളറുകളിലുള്ള പെയിൻറ് അടിച്ചാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. കണ്ടാൽ മൃദുലമാണെന്ന് തോന്നുമെങ്കിലും ഫൈബർ ഗ്ലാസ് നല്ല മൂർച്ചയുള്ള മെറ്റീരിയലാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നന്മമരം കളിക്കാൻ പോയ അഫ്സലിൻ്റെ കൈ മുറിഞ്ഞതുപോലെ മുറിയും. ചെറിയ വള്ളങ്ങൾ സാധാരണ 15 അടി അതുപോലെ 19 അടി ഈ അച്ചുകളിലിട്ടാണ് നിർമ്മിക്കാറുള്ളത്. 15 അടിക്ക് ഏകദേശം 22,000 രൂപയും 19 അടിക്ക് ഏകദേശം 33,000 രൂപയും ചിലവ് വരും. ജീവിതം കുളമോ കായലോ ആയ നിങ്ങളുടെ ചങ്കുകൾക്ക് അതിൽ നിന്ന് കരകയറാൻ തോണി വേണമെങ്കിൽ ഈ കാണുന്ന നമ്പർ അയച്ചു കൊടുക്കുക.